നമസ്കാരം. ഇപ്പോ കേരള രാഷ്ട്രീയത്തില് വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ബി.ജെ.പിയില് ഇപ്പൊ നിലവിലെ പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖരനെ നിയമിക്കുന്നുണ്ട്. ഇപ്പോ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ LDF-നെ പിന്തുണച്ചിട്ടാണ് പക്ഷെ നിലപാട് പറയുന്നത്. സംസാരം അങ്ങനെയാണ്. അപ്പൊ മൊത്തത്തില് കേരള രാഷ്ട്രീയത്തില് ബി.ജെ.പി LDF തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് ഉണ്ടെന്നുള്ളൊരു സാധ്യത ഉണ്ടെന്നുള്ളത് മൊത്തത്തിലൊരു ചർച്ച നടക്കുന്നതാണ്. ഈ സാഹചര്യത്തില് വരാൻ പോകുന്ന നിയമസഭ ഇലക്ഷനില് യു ഡി എഫിന് എന്ത് സാധ്യതയായിരിക്കും നിലനിൽക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും അവരുടെ ഇത്തരം സാഹചര്യം നിലനിൽക്കുമ്പോൾ എന്തായിരിക്കും അവരുടെ ഒരു ഇപ്പോൾ ശരിക്കും നമുക്ക് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷത്തോളം സമയമുണ്ട്. എങ്കിലും ഒരു 140 നിയമസഭാ മണ്ഡലമാണ് കേരളത്തിലുള്ളത്. അതിൽ ഒരു 51 മണ്ഡലങ്ങൾ, 140 നിയോജകമണ്ഡലങ്ങളിൽ 51 നിയോജകമണ്ഡലങ്ങൾ UDF-ന് ശരിക്കും വന്നു കഴിഞ്ഞാൽ ജയസാധ്യത ഇല്ലാത്ത മണ്ഡലങ്ങളാണ്. 140 നിയോജകമണ്ഡലത്തിൽ 51 നിയോജകമണ്ഡലത്തിൽ UDF-ന് ജയസാധ്യത ഇല്ലാത്ത മണ്ഡലങ്ങളാണ്. ബാക്കി വരുന്ന 89 സീറ്റാണ് UDF-ന് ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ. ഈ 89 സീറ്റിൽ നിന്ന് വേണം UDF-ന് 71 സീറ്റ് ലഭിക്കാൻ. അപ്പോൾ ഇത് പറയുമ്പോൾ ആളുകൾക്ക് എന്തെങ്ങനെ പറയണേന്ന് തോന്നും. പക്ഷെ ഞാൻ ഒരു കണക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ 14 നിയമസഭാ സീറ്റുള്ളത്. അവിടെ UDF-ന് നല്ല രീതിയിൽ മത്സരിച്ച് ജയിക്കാൻ മാക്സിമം സാധ്യത ഒരു 5 സീറ്റിലാണ് നല്ലൊരു മത്സരം നടക്കാനുള്ള സാധ്യതയുള്ളത്. ഇനി കൊല്ലം ജില്ലയിൽ 11 സീറ്റുള്ളത്. അതിലൊരു 5 സീറ്റിലാണ് ഒരു നല്ലൊരു മത്സരത്തിനുള്ള സാധ്യതയുള്ളത്. ആലപ്പുഴ ജില്ലയിൽ 9 സീറ്റാണ്. അതിൽ 4 സീറ്റിലാണ് UDF-ന് നല്ലൊരു മത്സര സാധ്യതയുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ 5 സീറ്റുള്ളതാണ്. അവിടെ 3 സീറ്റിനാണ് UDF-ന് മത്സര സാധ്യത കാണുന്നത്. ഇടുക്കിയിൽ 5 സീറ്റാണുള്ളത്. അവിടെയും 3 സീറ്റിലാണ് UDF-നൊരു നല്ല രീതിയിൽ മത്സരിക്കാൻ പറ്റുന്ന അവസ്ഥയുള്ളത്. കോട്ടയം ജില്ലയിൽ 9 സീറ്റുള്ളത്. ഈ 9 സീറ്റിൽ 7 സീറ്റിലാണ് UDF-ന് ജയിക്കാനുള്ള ഒരു സാധ്യതയുള്ളത്. തൃശ്ശൂർ ജില്ലയിൽ 13 സീറ്റാണുള്ളത്. ഈ 13 സീറ്റിൽ ഒരു 5 സീറ്റിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജയസാധ്യത വരുന്നത്. പിന്നെ പാലക്കാട് ജില്ലയിൽ 12 സീറ്റുള്ളത്. ഈ 12 സീറ്റിൽ ഒരു 4 സീറ്റിലാണ് ഒരു ജയസാധ്യത വരുന്നുള്ളൂ. കണ്ണൂർ ജില്ലയിൽ 11 സീറ്റ്, അതിൽ 6 സീറ്റിലാണ് ഒരു ജയസാധ്യത വരുന്നത്. വയനാട്ടിൽ ഒരു 3 പ്രതീക്ഷിക്കാം. കാസർഗോഡ് 5 ഒരു 3 പ്രതീക്ഷിക്കാം. കോഴിക്കോട് 13 സീറ്റാണുള്ളത്. ഈ 13 സീറ്റിൽ ഒരു 11 സീറ്റിലാണ് നല്ല മത്സരിച്ച് ഒരു സാധ്യത വരാനുള്ള സാധ്യതയുള്ളത്. പിന്നെ എറണാകുളം ജില്ലയിൽ 14 സീറ്റ്. ഈ 14 സീറ്റിലും ഒരു പക്ഷേ മത്സരിച്ച് ജയിക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ട്. മലപ്പുറം 16 സീറ്റിൽ 16 സീറ്റ് മത്സരിച്ച് ജയിക്കാൻ. അപ്പം ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ 89 സീറ്റിൽ ശരിക്കും UDF നല്ല രീതിയിൽ മത്സരിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുള്ളൂ. ബാക്കി 51 സീറ്റിലും ഇല്ല. ഈ അവസ്ഥയിൽ നമ്മൾ ഓരോ മണ്ഡലം തിരിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ കാസർഗോഡ് ജില്ല നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ കാസർഗോഡ്, മഞ്ചേശ്വരം, ഉദുമ ഈ 3 സീറ്റ് ഉറപ്പായിട്ട് കിട്ടിയാലാണ് നമ്മൾ ഈ പറഞ്ഞ 3 വരുന്നത്. കണ്ണൂർ നമ്മൾ നോക്കുകയാണെങ്കിൽ, കണ്ണൂർ, തളിപ്പറമ്പ്, ഇരിക്കൂര്, പേരാവൂര്, അഴീക്കോട്, കൂത്തുപറമ്പ് ഈ 6 കിട്ടുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ 89ലേക്ക് വരുന്നത്. ഈ മാനന്തവാടി, കൽപ്പറ്റ, ബത്തേരി, വയനാട് ഈ 3 സീറ്റ് വരുമ്പോഴാണ് ശരിയാവുന്നത്. കോഴിക്കോട് ജില്ലയിൽ 13 സീറ്റിൽ വടകര, നാദാപുരം, കുറ്റ്യാടി, പേരാമ്പ്ര, ബാലുശ്ശേരി, കൊയിലാണ്ടി, കൊടുവള്ളി, കോഴിക്കോട് സൗത്ത്, കുന്നമംഗലം, കോഴിക്കോട് നോർത്ത്, തിരുവമ്പാടി ഈ മണ്ഡലങ്ങളൊക്കെ ആണ് നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ പറ്റുന്ന സാധ്യതയുള്ള മണ്ഡലങ്ങൾ. ഇതിൽ നമുക്ക് എത്ര കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ കോഴിക്കോടിൽ ഒരു എന്താ പറയുക, UDF-ന് ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു സാധ്യത പറയാൻ പറ്റും. ഇനി നമുക്ക് പത്തനംതിട്ട ജില്ലയിൽ 5 സീറ്റിൽ തിരുവല്ല, റാന്നി, ആറന്മുള ഈ 3 സീറ്റിലാണ് UDF-നൊരു എന്താ പറയുക നല്ല രീതിയിൽ മത്സരിച്ച് ഒരു ജയിക്കേണ്ട ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഉള്ളൂ. പിന്നെ മലപ്പുറം ജില്ലയിൽ 16ൽ നമ്മൾ 16ഉം UDF-ന് മത്സരിച്ച് ജയിക്കാൻ പറ്റുന്ന രീതിയിൽ പറയാം. ഈ ബേപ്പൂര്, തവനൂര് എന്താ പറയുക എന്നുള്ള മണ്ഡലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ എങ്ങനെ എന്താ പറയുക ഈ മത്സരിച്ച് ജയിക്കുമെന്ന് തന്നെ കണക്ക് കൂട്ടി തന്നെ നമ്മൾ പോകണം. പിന്നെ നമ്മൾ പാലക്കാട് പറയുകയാണെങ്കിൽ, പാലക്കാട്, പട്ടാമ്പി, തൃത്താല, മണ്ണാർക്കാട് ഒഴിച്ച് ബാക്കി മണ്ഡലങ്ങളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ട് എന്ത് പറയാൻ പറ്റില്ല,
ഒരു ജയിക്കുന്നുള്ള സാധ്യതയുള്ള മണ്ഡലങ്ങളെന്ന് പറയാൻ പറ്റില്ലെന്ന്. ഇപ്പൊ തൃശ്ശൂര് നമ്മൾ നോക്കുകയാണെങ്കിൽ തൃശ്ശൂര്, ഗുരുവായൂര്, വടക്കാഞ്ചേരി, ചാലക്കുടി, ഇരിഞ്ഞാലക്കുട ഈ 5 മണ്ഡലം ഒഴിച്ച് ബാക്കി മണ്ഡലങ്ങള് കാര്യമായിട്ട് പ്രതീക്ഷിക്കുക വൈകിയില്ലാന്ന്. പിന്നെ ഇടുക്കിയില് പീരുമേട്, ദേവികുളം, തൊടുപുഴ ഈ 3 മണ്ഡലങ്ങളാണ് ഒരു സാധ്യത നിലനിൽക്കുന്നത്. കോട്ടയം നോക്കുകയാണെങ്കിൽ നമ്മൾ പാല, കടുത്തുരുത്തി, ചങ്ങനാശ്ശേരി, ഏറ്റുമാനൂര്, പുതുപ്പള്ളി, കാഞ്ഞിരപ്പള്ളി ഈ മണ്ഡലങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ UDF ഒരു ശക്തിയുള്ള മണ്ഡലങ്ങൾ. പിന്നെ ആലപ്പുഴ ജില്ലയിൽ നമ്മൾ ആലപ്പുഴ, അമ്പലപ്പുഴ, അരൂര്, ഹരിപ്പാട് ഈ 4 നിയോജകമണ്ഡലമാണ് ആലപ്പുഴയിൽ ഒരു എന്താ പറയുക നല്ലൊരു ടൈറ്റ് മത്സരം കാഴ്ചവെക്കാനുള്ള സാധ്യത. കൊല്ലം ജില്ലയിൽ കൊല്ലം, കരുനാഗപ്പള്ളി, ചവറ, കുണ്ടറ, ചടയമംഗലം ഈ 5 സീറ്റിലാണ് നല്ലൊരു മത്സരം കാഴ്ചവെക്കാനുള്ള സാധ്യതയുള്ളത്. തിരുവനന്തപുരത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം, അരുവിക്കര, വാമനപുരം, കോവളം, നെയ്യാറ്റിൻകര ഒരു 5 സീറ്റിലാണ് ഒരു നല്ലൊരു മത്സരം കാഴ്ചവെക്കാനുള്ള സാധ്യതയുള്ളത്. പിന്നെയുള്ളത് നമ്മൾ എറണാകുളമാണ്. എറണാകുളം 14 മണ്ഡലം ഉണ്ടെന്ന്. ഇതിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ വൈപ്പിൻ, കൊച്ചി, തൃപ്പൂണിത്തുറ, കുന്നത്തനാട്, കളമശ്ശേരി ഒക്കെ ടൈറ്റായിട്ട് വരുന്നൊരു മണ്ഡലങ്ങളാണ്. അവിടെ കളമശ്ശേരി, കോതമംഗലം, മൂവാറ്റുപുഴ, പിറവം, പെരുമ്പാവൂര്, അങ്കമാലി, ആലുവ, പറവൂര്, എറണാകുളം, തൃക്കാക്കര ഇനി 14 കിട്ടുന്ന അവസ്ഥയൊക്കെ വരണം. അപ്പൊ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ 89 സീറ്റാണ് നല്ല ശക്തിയായി മത്സരിച്ച് ജയസാധ്യത വരുന്ന രീതിയിലുള്ള മണ്ഡലങ്ങൾ. ഈ മണ്ഡലങ്ങളിൽ നമ്മൾ എന്താ പറയാ മലപ്പുറം ജില്ലയില്, ഈ എറണാകുളം ജില്ലയില്, കോഴിക്കോട് ജില്ലയില് ഈ പറഞ്ഞ രീതിയിലുള്ള വിജയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ UDF അധിക എന്താ പറയാ ഈ 89 സീറ്റിൽ നിന്ന് വേണം ഒരു 72 കിട്ടാൻ. അപ്പൊ അതിനുള്ള സാധ്യത ഉണ്ടോന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം ബാക്കി 51 സീറ്റിൽ ഒരു ജയസാധ്യത ഇല്ലാത്ത അവസ്ഥയായതുകൊണ്ട്. അപ്പൊ ഇതാണ്. അപ്പൊ UDF അധികാരത്തിൽ വരുമോ എന്ന് ചോദിച്ചാൽ ഈ 89 സീറ്റിൽ നിന്ന് 72 സീറ്റെങ്കിലും അവർ പിടിക്കണം. അതിനവർക്ക് കഴിയുമെങ്കിൽ അധികാരത്തിൽ എത്താൻ സാധിക്കും എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ബാക്കി വിശകലനം ചെയ്യാം. ഓക്കെ.